ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ നമ്മുടെ ഓണം കളക്ഷൻസിൽ തന്നെ ഇപ്പോൾ ക്രീമെല്ലാം എപ്പോഴും കാണിക്കാം, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എല്ലാ കളേഴ്സും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നല്ല ഡസ്റ്റി ഓറഞ്ച്, അതായത് ബേൺട്ട് ഓറഞ്ച് കളറിൻ്റെ അതിനെക്കാട്ടിലും കുറച്ചായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. ഇത് മൽച്ചന്തേരിയിലോട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഈ പ്ലീറ്റ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു എയർലൈനിലോട്ട് വിത്ത് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇത് നെക്കിലോട്ട് ഇതുപോലെ റൗണ്ട് നെക്കില് ചെറിയൊരു ഹാൻഡ് വർക്ക്, ഒരു നല്ല ഭംഗിയിലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പിൻ ടക്ക് കൊടുത്തിട്ട് ഒരു ചെറിയൊരു യോ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ സ്ലീവിന്റെ എൻഡിലേക്കും ഈ ഒരു വർക്ക്, സ്ലീവിന്റെ എൻഡിലേക്കും ഈ ഒരു ലെയർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ എൻഡാണ് ഏറ്റവും ഭംഗിയായിട്ട് ഇതേപോലെ കണ്ടോ, ഒരു ഹൈലോ സ്റ്റൈലിലോട്ട് സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഈ നടുക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ എൻഡിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ബോട്ടം വന്നിട്ട് പ്യുവർ സാൻഡൂൺ ആണ്. ദുപ്പട്ടയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇപ്പൊ എല്ലാത്തിലും സ്കാൽപ്പ് വന്നിട്ട് ഇതുപോലെ ഒരു ലെയർ കട്ട് ബീഡ് ഇതുപോലെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല അതിന്റെ എൻഡിലോട്ട് ഇത് കണ്ടോ, ഈ ഒരു ലെയർ കട്ട് ബീഡ്സ് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ലെയർ കട്ട് ബീഡ്സും ഇതിന്റെ എൻഡിൽ ഈ ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കാറ്റർ ചെയ്തിട്ടുള്ള കട്ട് ബീഡ്സിന്റെ വർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ നല്ല സോഫ്റ്റ് മൽച്ചന്തേരി, പ്യുവർ മൽച്ചന്തേരി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈറ്റ് ഫിറ്റ് യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ലൂസ് ഉള്ള സൈസ് ആയിരിക്കും ബെസ്റ്റ്. ഇത് ഈ ഒരു വർക്ക് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പിൻ ടക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേൺ വർക്കാണ് കേട്ടോ. ഇതിന്റെ എൻഡിലേക്ക് വന്നേക്കുന്നത് കണ്ടോ, ഇതുപോലെ എൻഡിൽ ഫുൾ ഈ വർക്കാണ്. സ്ലീവിന്റെ എൻഡിലോട്ടും കൊടുത്തേക്കണ ലൈനിങ്ങും പ്യുവർ ആയിട്ടുള്ള കോട്ടൺ, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ബോട്ടം വന്നിട്ട് പ്യുവർ സാൻഡൂൺ ആണ്. ഇതുപോലെ ഫ്രണ്ടിലോട്ട് പടി വന്നിട്ട് ബാക്ക് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള നല്ല ഒരു പലാസോ ബോട്ടം ആണ്, ലൂസ് ആയിട്ടുള്ള. ഇതാണ് ഇപ്പോൾ ഞാൻ വേറെ ഇതേക്കണം കേട്ടോ, സ്റ്റൈലായിട്ട് നമുക്കൊരു ലൂസ് ഫിറ്റിലേക്ക് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ിലോട്ട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് ബീഡ്സ് വെച്ചിട്ട് ഈ ഒരു വർക്ക് സ്ലീവിന്റെ എൻഡിലോട്ട് കണ്ടോ, ഇതുപോലെ ഈ ലെയർ ആയിട്ട് വർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എൻഡിലെ വർക്കാണ് ഈ ഒരു എൻഡിലോട്ട് ഈ ഒരു ലെയർ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് ഉണ്ട്. ഇതൊരു ഡൾ ആയിട്ടുള്ള സീക്വൻസ് ആണ് കേട്ടോ, കട്ട് ബീഡ്സ് ആണ് എന്ന് വെച്ചാൽ ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കാത്ത ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയുടെ എൻഡിലോട്ടും ഇതുപോലെ സ്കാൽപ്പ് ഡിസൈനും ഈ ഒരു ലെയർ വർക്കും കണ്ടോ, ഇതുപോലെ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. ഓക്കെ, അപ്പം ഇത്രയും ഞാനിപ്പോൾ വേറെ ചെയ്തേക്കാണ് സോഫ്റ്റ് ആയിട്ടുള്ള മൽച്ചന്തേരി ഫാബ്രിക്. അതിനകത്തോട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ്. ഇത് നല്ലൊരു ഡാർക്ക് ഓണിയൻ ഷെയ്ഡാണ്. ഇപ്പോൾ ഓണിയൻ്റെ നമ്മൾ പല ഷെയ്ഡ്സ് വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള എക്സാക്ട് ഓണിയൻ ഷെയ്ഡ് തന്നാ തോന്നുന്നത്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് ഇതുപോലെ നെക്കിൽ നമ്മൾ ഒരു വി ഷേപ്പിലോട്ട് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. അത് നെക്ക് മാത്രമല്ല, നമ്മൾ സ്ലീവും ഇതേപോലെ തന്നെ ഒരു ഇതുപോലെ ലെയർ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് സ്ലീവിന്റെ എൻഡിലോട്ടും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇതിന്റെ എൻഡ് പോർഷനിലോട്ടും ഇതുപോലെ ഫുള്ളി ഒരു ലെയർ വർക്ക് കട്ട് ബീഡ്സിന്റെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ആന്റി കളർ ബീഡ്സ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് ഷൈനിങ് ഇല്ലാണ്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതല്ല, ആന്റി കളർ പോലത്തെയാണ്. ഒരു ഡൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്, കട്ട് ബീഡ്സ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ 1 ലെയർ സ്കാൽപ്പ് ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്കാറ്ററിംഗ് വർക്ക് ഇതിന്റെ ഉള്ളിൽ ഓൾ ഓവർ പോയിട്ടുണ്ട്. ഇതിന്റെ നമ്മൾ ഈ ഒരു സ്കാൽപ്പ് ചെയ്തേക്കുന്നത് ത്രെഡ് ഒരു ഗോൾഡൻ കളർ സെറി വെച്ചിട്ടാണ് ഇതുപോലെ സ്കാൽപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ബോട്ടം നമ്മൾ പ്യുവർ ആയിട്ടുള്ള സാൻഡൂൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടോപ്പിന്റെ ഒരു ലുക്ക് ഇതേപോലെ ആയിരിക്കും. പ്ലീറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നോർമൽ ആയിട്ടുള്ള എ ലൈനിലോട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ദുപ്പട്ടയൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലേക്ക് ഇത് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതുപോലെ ആ എൻഡിലേക്കുള്ള വർക്കും ദുപ്പട്ട ആ ടോപ്പിന്റെ എൻഡിലേക്കുള്ള സെയിം വർക്ക് തന്നെയാണ് ദുപ്പട്ടയുടെ എൻഡിലേക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ തന്നെ വേറൊരു ചെറിയ ഡിഫറൻസിൽ ഈ ഒരു വേറൊരു പാറ്റേൺ ഓറഞ്ച് കളറിലോട്ട്, ഓറഞ്ച് എന്ന് പറയുമ്പോൾ നല്ലൊരു ബ്രിക്ക് റെഡ് കളർ എന്ന് പറയില്ല, ആ ഒരു കളർ നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇതിനകത്തോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നെക്കിലോട്ടാണ് ഇതുപോലെ ഈ ഒരു ലെയർ വർക്ക് കൊടുത്തേക്കുന്നത്. കട്ട് ബീഡ്സിന്റെ നല്ല തിക്കായിട്ടുള്ള ഒരു ലെയർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിലോട്ടും ഈ ഒരു ഹാൻഡ് വർക്ക്, ഈ ഒരു ലീഫിന്റെ അന്നേരം നോക്കിനകത്ത് കാണുന്നുണ്ടോ, ഇതുപോലെ സ്ലീവിലോട്ടും ഈ ഒരു ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ.
ഇതുപോലെ ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്ലീവില്. അപ്പൊ നെക്കിന്റെ വർക്ക് ഇതേപോലെയാണ് വരുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റൗണ്ട് നെക്ക് വെച്ചിട്ട് പിന്നെ ഒരു പിൻടെക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് നമ്മൾ അങ്ങനെ ഒരു പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് യോക്കിൽ ഇതുവരേക്കും ഒരു ഡിസൈൻ ആയിട്ട് കൊടുത്തു. പിന്നെ ഇതിന്റെ എൻ പോർഷൻ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇത് കണ്ടോ, ഇതിന്റെ എൻ പോർഷനിലേക്ക് ഇത്രയും തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. എൻഡിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഈ ഒരു തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ എൻഡിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ദുപ്പട്ടയും ഇതുപോലെ തന്നെ നല്ല വൺ സൈഡ് ഇതുപോലെ ഒരു കട്ട് ബീഡ്സിൻ്റെ ഒരു ലെയർ കൊടുത്തിട്ട് ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ. അപ്പം ഈ ഒരു കളറും കൂടെ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള മൽച്ചന്തേരി ഫാബ്രിക് ആണ്. അങ്ങനെ നമ്മൾ 2 പാറ്റേൺസിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. 9495402891 അതിലേക്ക് മെസ്സേജ് ഇട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, നമുക്ക് അധികം ഡിലേ ഇല്ല, വിത്തിൻ 1 വീക്ക് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.